പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. റവ വെച്ച് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതിനായിട്ട് ഞാനിതൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് റവ ഇട്ടൊന്ന് വറുത്തെടുക്കാം. റവ ഒരുപാടങ്ങ് മൊരിഞ്ഞ് വറവാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നെയ്യിലിട്ട് ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ്. ഇപ്പോൾ ഇതാ റവയൊക്കെ ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതപ്പോൾ ഈ ഒരു മിക്സിംഗ് ബൗളിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ മുഴുവൻ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 2 അച്ച് ശർക്കര ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 2 റോബസ്റ്റ പഴമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും ഒരു 2 ഏലക്കായുടെ കുരു കൂടെ ഇതിലേക്ക് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ ആദ്യം തൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിലേക്ക് ശർക്കരപ്പൊടി ചേർക്കുമ്പം റവയുടെ ആ ഒരു ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ശർക്കരപ്പൊടി നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതാ ഞാൻ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടിയും പഴവും തേങ്ങയും റവയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ അത് കണ്ടില്ലേ, നമുക്ക് ഇത്രയൊരു ലൂസിൽ കിട്ടും. ഒരുപാട് തിക്കായി പോകരുത് കേട്ടോ, കുറച്ചൊരു ലൂസിലാണ് നമുക്കിത് വേണ്ടത്. അതിനുശേഷം ഞാനിതാ ഇവിടെ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റവയുടെ കൂട്ട് കുറേശ്ശെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു സൈഡ് അങ്ങ് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ആവി കയറ്റി എടുക്കണം. എല്ലാം ഞാനിതുപോലെ തന്നെ വാഴയിലയിൽ പരത്തി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവയും പഴവും തേങ്ങയും ശർക്കരയും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അട നമുക്ക് റെഡിയായി കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്.